என்ன வேணும் உனக்கு? ഈ മുതുമൈരനെ കൊണ്ട് ഇപ്പം റീല് തുറക്കാൻ വയ്യ. എടാ അഫ്സലേ, എനക്ക് ആജീവനതല്ലേ ഇവിടെ ഇതാണേ, നിന്നെ ബ്ലോക്ക് ചെയ്ത്. സെർച്ച് പോർച്ചുഗലിന്റെ ഉദ്ദേശം എന്താ എനിക്ക് മനസ്സിലായില്ല. പോർച്ചുഗലിൽ ചുമ്മാ സെർച്ച് ചെയ്യാം. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. എടാ അത് ഞാൻ വേറെ എന്തോ സെർച്ച് ചെയ്താടാ, അത് എന്തോ തെറ്റി എങ്ങാണ്ട് വന്നതാ. ഓക്കെ, എപ്പോ വരുന്നില്ലല്ലോ, ഇപ്പൊ വരുന്നില്ലല്ലോ. എന്താ നോക്കി എവിടെ അടിയില്? ലൈവ് എൻഡ് ആക്കിയിട്ട് ഹബിക്കാണോ നടക്കട്ടെ? എടാ അല്ലടാ, ഇങ്ങക്ക് ഹബിൽ പെയ്ഡ് സബ്സ്ക്രൈബ്. എടാ എന്താടാ നിങ്ങൾ ഇത്രക്കാരാണെന്ന് ഞാൻ വിചാരിച്ചില്ല. താങ്ക് ഗോഡ് യു ഡോണ്ട് സെർച്ച് എക്സലാൻഡിസ്. ചേട്ടാ അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. സെർച്ച് ചെയ്യാനാ? ചന്ദ്ര സെർച്ച് ചെയ്യാനാ? എന്തിന്? അതിന്റെ ആവശ്യത്തിന്? എന്റെ സെർച്ച് എന്തുമായി എന്താ ലൈൻ സെറ്റ് ആയ ശേഷം പൂക്കിയെ വേറെ കലിപ്പൻ ചങ്ക് ഒരു വൈരാഗിയെ ഗ്രഹസ്ഥനാക്കി മാറ്റിയതുള്ള അപ്പോഴാണ് പ്രേമത്തിന്റെ നിർവചനം പഠിപ്പിച്ചത്. ചന്ദ്രചൂട ശിവശങ്കര പാർവതി ഒരു പൂക്കി കണ്ണാപ്പി. ചന്ദ്രൻ, എനിക്ക് കുറെ സത്യങ്ങൾ പറയാനുണ്ട്. ജാക്കി മോനെ, നീ പറയടാ പട്ടി. ചന്ദ്ര, ഡിഡ് യു മിസ് ദോസ് ഡേയ്സ് എന്നോ ക്രിസ്മസ്? സത്യമായിട്ട് മിസ് ചെയ്യണേ, സത്യമായിട്ട് മിസ് ചെയ്യാണ്. ക്രിസ്മസിനാണെങ്കിലും ഓണത്തിനാണെങ്കിലും എന്ത് പരിപാടി വന്നാലും നാട്ടിലൊരു സമയം വരെ ഫുള്ള് ക്രിസ്മസിനൊക്കെ നമ്മൾ അവിടെ പുൽക്കൂടൊക്കെ വെക്കും നമ്മുടെ വീടിൻ്റെ പുറത്ത്. അവിടെ ചേട്ടന്മാരൊക്കെ ഉണ്ട്, ചെറിയൊരു നമ്മൾ പയ്യന്മാരെല്ലാവരും കൂടി ഫണ്ടൊക്കെ കളക്ട് ചെയ്ത് പിന്നെ നമ്മളിതുപോലെ ഇതിന് പോവും, എന്താ പറയുക, ഭജനയ്ക്ക് പോവും ഫുള്ള്. സോറി, ഐ മീൻ കരോളിനൊക്കെ പോയി വീട്ടിൽ നിന്നൊക്കെ ഫണ്ട് കിട്ടും. ആ ഫണ്ടൊക്കെ നമ്മൾ കൂട്ടി വെച്ചിട്ട് ആ ഫണ്ടൊക്കെ ഇട്ടായിരിക്കും പുൽക്കൂട് വെക്കണേ. അതിൻ്റെ ഫൈനൽ ഡേ ഒരു 3 ദിവസം ഫുള്ള് പാട്ട് സെറ്റൊക്കെ എടുത്ത് സെറ്റാക്കി പൊളിയാണ്. പിന്നെ വിഷയരുത്. മിസ്സിങ് ദോസ് ഡേയ്സ്. ചേട്ടാ, ഇന്നത്തെ കാലത്തെ സ്ത്രീകളുടെ വസ്ത്രധാരണത്തിനെ പറ്റിയിട്ട് ചേട്ടൻ എന്താ പറയാനുള്ളത്? അയ്യോ, അവരെ മനുഷ്യൻ തിരിഞ്ഞു നോക്കണ്ടേ? അതിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം വലിച്ചൂരി കളഞ്ഞ് നടക്കണത്. ആരെങ്കിലും നോക്കണ്ടേ അവിടെയൊക്കെ? അപ്പൊ നിങ്ങൾ നോക്കൂലേ? എവിടെ നിന്ന്? പെണ്ണും പണവും എന്നെ തേടി വരണം, ഞാൻ എന്നെ തേടി പോവില്ല. ഇങ്ങനെ അല്പവസ്ത്രധാരണം ധരിച്ചുകൊണ്ട് പോകുമ്പോ ആണുങ്ങളിൽ ലൈംഗിക ഉത്തേജനം ഉണ്ടാവും. അയ്യോ, അത് കാണുമ്പോ ആണുങ്ങൾ വെറുക്കും. വെറുത്താണ് പോണത്. ബാക്കി ഇരിക്കുന്നതോടെ മാറ്റുമ്പോ എല്ലാം മതിയാവും. ഓരോ ആൾക്കാരുടെയും പേഴ്സണൽ ഇഷ്ടമല്ലേ അവർക്ക് എന്ത് ധരിക്കണമെന്നുള്ളത്. അവർക്ക് കംഫോർട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ ധരിക്കും. അവള് ജട്ടിയിട്ടോണ്ട് നടന്നാലും കുഴപ്പമില്ല, ട്രൈസർ ഇടാതെ നടന്നാലും കുഴപ്പമില്ല. അതിൽ എന്തിനിരിക്കണ്? ഇവിടെയുള്ള കുറെ പൊങ്ങാത്ത പൈലുകളുണ്ടാവും, അതിൽ ഇത്തിരി നോക്കും.
വേറെ യൂണിവേഴ്സിലുള്ള മനുഷ്യൻ, വേറെ യൂണിവേഴ്സ്, സിഗ്മ യൂണിവേഴ്സ്, അപ്പാപ്പൻ ഫ്രം സിഗ്മ യൂണിവേഴ്സ്. കൊണ്ടുവരണത് മുത്തര പിന്നെ അന്വേഷണം പറഞ്ഞ അടിച്ച് കറക്കി തരില്ലേ. ആ അപ്പാ ആയ കാലത്ത് ഇപ്പൊ രസം പിടിക്കും നമ്മള്. ഏതായാലും മനസ്സിന് ടെൻഷൻ കൊടുക്കണ്ട. എടാ പോടാ പുല്ലേ, എന്ത് ടെൻഷൻ? ഞാൻ ഇത്ര നാൾ അനുഭവിച്ചാൽ കൂടുതൽ ടെൻഷൻ ഒന്നും ഈ ലോകത്ത് ആരും അനുഭവിച്ചാണല്ല. നിന്റെ തലയ്ക്ക് വെളിവില്ലാണ്ടായിട്ടുണ്ട്, അബദ്ധം കാണിക്കല്ലേ. പെണ്ണ് കിട്ടാതായപ്പോൾ അതിലെ പാട്ട പറക്കാൻ ഒന്ന് തമിഴത്തി പ്രപ്പോസ് അബദ്ധം അറിയാതെ പറ്റുന്നല്ലേ, ഇത് അറിഞ്ഞു ചെയ്യാൻ പോകുന്നതാടാ. ആർക്കും കല്യാണം കഴിക്കാൻ പ്ലാനൊന്നുമില്ലേ? ഞാനൊരു അറബിച്ചിയെ സെറ്റ് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ ദുബായിൽ ഉടനെ ഒരു കല്യാണം കൂടാല്ലേ? പക്ഷെ അറബി സമ്മതിക്കൂന്നൊരു സംശയം. അവളുടെ അപ്പൊ അത്ര വലിയ അറബിയ വാപ്പയല്ല, അവളുടെ കെട്ടിയോ. ഹറാം പറഞ്ഞവനെ, ദുബായ് പോയി റാഹത്തായിട്ട് അമീതം പിടിക്കുന്ന. എന്റെ പൊന്നളി അങ്ങേർക്ക് 3 ഭാര്യമാരാ, അത് ഒന്നിനെ തന്നെ എന്ത്? അത് ന്യായം, അത് ന്യായം. മോസ് എന്റെ സാധനം കഴിഞ്ഞു പോയി. ഹനുമാനാരാ ഒരു പോയിന്റ്. നിങ്ങൾ അടുത്ത് നിങ്ങൾ യെസ് ദൻ അവൻ എന്നെ വിടൂല വീഡിയോ കാണാതിരിക്കാൻ വേണ്ടിട്ട്. എന്തൊക്കെയാടാ പടച്ചു വിടുന്നു? ഇതാരാടാ ഇതൊക്കെ ഉണ്ടാക്കുന്നവനെയൊക്കെ? ദൈവമേ.